എന്ത് നല്ല വീടായത്. ഇതേപോലത്തെയൊക്കെ വീട് എനിക്ക് വയ്ക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. അയ്യോ ദോ ഇരിക്കുന്നവൻ. എല്ലാം വായി. അവൻ്റെ അടുത്ത് 1 മാസം കൂടി ഇത് സമയം ചോദിക്കാനല്ലേ ഞാൻ പോകുന്നത്. അവൻ ചിലപ്പം ഇതിനെ കണ്ടുവച്ചാൽ ചിലപ്പോൾ തന്നില്ലെങ്കിലാ. ഒന്നാകത്തോട്ട് കേറാം. എന്താ ഇവിടെ വാങ്ങിച്ച കാശ് തിരിച്ചു തരാൻ വന്നതാണോ? അല്ല ചേട്ടാ, ഞാനൊരു 7 മാസവും കൂടി സമയം ചോദിക്കാൻ വന്നതാ. സമയം ഇവിടെ 6 മാസം എന്റെ ഇത് മുങ്ങി നടക്കുന്നു. ഇനി പൈസ 1 മാസം കൂടി സമയം തരാം. അതിനിടയ്ക്ക് തന്നില്ലെങ്കിൽ സമയം പോടാ. ഇനിയിപ്പോ ആരെ വിളിച്ച് പൈസ ചോദിക്കും? അളിയന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാലോ? ഹലോ ജാ. അങ്ങനെയാണല്ലോ. ഹലോടാ. ഹലോ ജാ, എനിക്കൊരു 1 ലക്ഷം രൂപ തരാൻ പറ്റൂല്ല. നമ്മൾ ട്രിപ്പിന് പോകാൻ നേരത്ത് വഴിക്ക് വെച്ച് തടഞ്ഞു നിർത്തി നമ്മളെ വീട്ടിയവനെ. അവൻ്റെ വീട്ടിൽ ഞാനിന്ന് പോയടാ. അവൻ ഭയങ്കര കരുത്തിലാടാ. 1 ലക്ഷം രൂപ എടുക്കാമെന്നാണ് എൻ്റെ. ആരും മറ്റേ പലിശക്കാരനാണ്. അവനല്ലേ നിന്റെ വീട്ടിൽ അടിയൊക്കെ ഉണ്ടായി നിന്നെ രക്ഷിച്ച് എന്റെ വീട്ടിലൊക്കെ ആയത്. അവൻ തന്നെടാ. അവൻ 1 ലക്ഷമില്ല. 6 മാസം എനിക്ക് ടൈം തന്നിരിക്കുന്നത്. ഞാനാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ പൈസ കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് ആരും എനിക്ക് പൈസ തരത്തില്ലടാ. അതുകൊണ്ട് 1 ലക്ഷം രൂപ എടുക്കാൻ കാണുമോ? ഇല്ലേ, ഇത് സന്തോഷമൊക്കെയുണ്ട്. എനിക്ക് 2 കോടി രൂപ ലോട്ടറി അടിച്ച്. എന്താണ് 2 കോടി രൂപ ലോട്ടറിയോ? അതിൻ്റെ അകത്തുനിന്ന് 1 ലക്ഷം രൂപ എനിക്ക് തരാവോടാ? നീനൊക്കെ അടിച്ചടിച്ച് ഇറങ്ങി പോടാ. എന്നല്ലേ ആരുടെ ഇത് പൈസ വാങ്ങിക്കും? ആരും തരത്തില്ലല്ലോ എനിക്ക്. അവൻ്റെ ഇനി പൈസ കിട്ടത്തില്ല എന്ന് തന്നെ ഉറപ്പാ. ഒന്നും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലേ. ഹലോ ജാ. ഹലോ, നിനക്ക് 2 കോടി രൂപ അടിച്ചില്ലേടാ? അതിൻ്റെ അകത്തുനിന്ന് 1 ലക്ഷം രൂപയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളു. നമ്മൾ കൊടൈക്കനാലിലൊക്കെ ട്രിപ്പ് പോയത് നീ മറന്നുപോയോ? അതൊക്കെ ആരുടെ പൈസ തന്നിട്ട് ഞാൻ 1 ലക്ഷം രൂപ ചോദിക്കുമ്പോൾ നീ എന്ത് തരാത്തത്? 6 ലക്ഷം രൂപ മാറി എങ്ങനെയാടാ ഇപ്പൊ 1 ലക്ഷം രൂപയായത്? നേരത്തെ ഞാൻ 1 ലക്ഷമാടാ ചോദിച്ചത്, 6 ലക്ഷം അല്ലടാ. എന്താ ചെയ്യും? പിന്നെ ഇത്ര സ്ഥിതിക്ക് ഞാൻ 6 ലക്ഷം രൂപ തരാം. കുഴപ്പമില്ല, ഇരിക്കട്ടെ കേട്ടാ. ശരി, നീ വണ്ടിയും കൊണ്ട് വാ, നമുക്ക് പോവാം. ഓക്കെ, ചാൻസ് ആണ്. ഞാൻ 1 മിനിറ്റ് ഞാൻ ദാ വരുന്നു. ശരിയടാ. ശരിയടാ. അവിടെ ദോഹിക്കുന്നു. ഹലോടാ, എന്നാ ഞാനും കൂടെ വരാം എൻ്റെ കൂടെ.
ഓക്കെ, നീ വണ്ടി എടുക്കും. അയാൾക്ക് 2 തെറിവിളിയും കൊടുത്തു, പൈസയും കൊടുത്തു ഇരിക്കണം. ഇവിടെ നിൽക്കുക, പിന്നെ നിന്നെയും കൂടി കണ്ട പിന്നെ അയാള് ബഹളം വെക്കും. അതുകൊണ്ടാ നീ ഇവിടെ ഇല്ല, ഞാൻ പൈസ കൊടുത്തിട്ട് വരാം കേട്ടോ. ശരിയാടാ, പോയിട്ട് വാ. ആ, നീ ഇതുകൊണ്ട് അയാളുടെ അടുത്ത് കൊടുത്തിട്ട് എൻ്റെ തെറി വിളിക്കും. എന്നാണ് അതിൻ്റെ പൈസ, പലിശ അടക്കമുണ്ട്. എന്താണ് ഇവിടെ പൈസയാണോ ഇത്? ആ, എനിക്കിവിടെ പൈസ എവിടെ നിന്ന് കിട്ടി? അതൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ. എന്താടാ കാര്യമില്ലാത്ത? എന്നാ ഞാൻ പറഞ്ഞേക്കാം. അറിയണോ? വേണോ? പറയടാ. എൻ്റെ കൂട്ടുകാരൻ ഒരു ലോട്ടറി അടിച്ച് അതിൻ്റെ അകത്തുനിന്നുണ്ടാക്കിയതാണ് നിങ്ങളുടെ പൈസ. ചെയ്ത ഉപകാരത്തിനെല്ലാം നന്ദി. എടാ, ഇതൊക്കെ കാശ് തിരിച്ചു കൊടുത്തോടാ. ആ, ഇത്ര നിന്ന് കുറെ ദിവസമായിട്ട് പാട് കൊടുത്തതല്ല. അയാളെ പേര് നമുക്കൊരു കേസ് കൊടുക്കാല്ല. കൊടുക്കാടാ. എന്താന്ന് വിളിക്കട്ടെ. ഹലോ സാർ, ഞാൻ ഒരാളെ കൊടുക്കാം കേട്ടോ. നാളെ പറഞ്ഞു. ഹലോ സാർ, പിന്നെ ഞാനൊരു പലിശക്കാരൻ്റെ കയ്യിന്ന് പൈസ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അയാൾ എൻ്റെ ഒരു ഗതി പരിഗതി ഇല്ലാതെ എന്നെ ഉപദ്രവിപ്പിക്കുമായിരുന്നു. അത് കേസായിട്ടെടുക്കാവോ? എന്താ പറഞ്ഞ? വരാന്ന്. നിങ്ങളുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. എന്താ സാറേ? ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ ഉപദ്രവിച്ച് കേസില്. ഞാനാരും അങ്ങനെ ചെയ്തിട്ടില്ല സാറേ. പിന്നെ അയാളുടെ ദേഹം മൊത്തം മുറിഞ്ഞിരിക്കുന്നുണ്ടല്ലോ, പിന്നെ അത് ആരാ ചെയ്തത്? അയ്യോ, അവന് ഇങ്ങോട്ടാണ് സാറേ അടിക്കാൻ വന്നത്. പൈസ കൊടുത്തിട്ട് തിരിച്ച് തരാത്തതിന്റെ കേസിലാണ് നിങ്ങൾ പെട്ടിട്ടുണ്ടത്. ജാമ്യം കിട്ടാത്ത കേസാ. 1 വർഷം അകത്ത് കിടക്കേണ്ടി വരും. എന്തായാലും താൻ അകത്തോട്ട് വാ. ആ ചെറുക്കൻ്റെ ദേഹം മുഴുവൻ മുറിഞ്ഞിരിപ്പുണ്ടല്ലോ. ഒരു നിയമത്തിന് ഇത് ആർക്കും ആരെയും ഉപദ്രവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, കേട്ടോടോ? ശരി സാറേ. എന്തായാലും താൻ വാ, നമ്മൾക്ക് സ്റ്റേഷനിൽ പോയി ബാക്കിയുണ്ടോ സംസാരിക്കാം. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടോ. ഇവനെ വിട്ട് വണ്ടിയിലോട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവനൊരു പണി കൊടുത്തതാ. പോലീസുകാരെ പിടിച്ചോണ്ട് പോയത്. അതാ. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.